പിണറായി സർക്കാർ മൂന്നാം ടേമിലും അധികാരത്തിൽ വരാനുള്ള നെട്ടോട്ടത്തിലാണ്. ഈ രണ്ട് ടേമിലും ഏറ്റവും മികച്ച മന്ത്രി ആര് എന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും മോശം മന്ത്രി ആര് എന്നുള്ളൊരു ചർച്ച സുനിൽ സാറും കൂടി തുടങ്ങി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നോണം അടുത്തത് ആരാണ് ഏറ്റവും മോശം മന്ത്രിസ്ഥാനത്തിലേക്ക് മത്സരിച്ചത് എന്നുള്ളത് ബാക്കി നിൽക്കുന്നുണ്ടല്ലോ സർ. അല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് മുഴുവൻ ഘടകകക്ഷി മന്ത്രിമാരെ കുറിച്ചായിരുന്നു. ഘടകകക്ഷികളുടെ മന്ത്രിമാരെ കുറിച്ചാണ്. ഇനിയിപ്പോൾ അതിൽ CPI വരെയുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ സ്പർശിക്കായ പോയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ പക്ഷേ ഗണേഷ് കുമാറിൻ്റെ ഒരു കഴിവ് കൊണ്ടും ബാക്കി കാര്യം കൊണ്ടും KSRTCയിൽ ശമ്പളവും പെൻഷനും മുടങ്ങാതെ കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അയാൾക്കൊരു പ്രശംസയായിട്ട് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം അവിടെ പെൻഷനും ഇല്ല, ശമ്പളവുമില്ല, എല്ലാവരും ആകെ കുഴപ്പത്തിൽ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ തൊഴിലാളികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അയാൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അത് വളരെ അവർക്ക് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്, പെൻഷനും കിട്ടുന്നുണ്ട്. അത്രയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഗണേഷ് കുമാറിന് അങ്ങനെ ഒരു കഴിവുള്ളൊരാളാണ് അയാൾ. എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു കുടുംബം വക സ്കൂളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു ദീർഘകാലം എൻ്റെ മാനേജർ. അങ്ങനെ അതിൻ്റെ റിസൾട്ട് 10ാം ക്ലാസ്സിൽ 5% താഴെ എത്തിയ സമയത്താണ് ഇത് ഇദ്ദേഹം ഏറ്റെടുക്കുന്നത്. 5 കൊല്ലം കൊണ്ട് അദ്ദേഹം അതിൻ്റെ റിസൾട്ട് 95% ഉയർത്തിയ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അത് ആർക്കും അറിയാത്ത കാര്യമാണ്. ഗണേശനും അത് ആരോടും പറയാറില്ല. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയും, സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഗണേശൻ്റെ ക്രെഡിറ്റിലുണ്ട് ആ സ്കൂൾ. കാരണം ഞാൻ അവിടെ 1-2 വട്ടം ഗണേശൻ്റെ താല്പര്യപ്രകാരം ആ സന്ദർഭത്തിൽ അവിടെ പോയിട്ടുണ്ട്. അതിൽ എനിക്ക് വലിയ മതിപ്പ് തോന്നിയൊരു കാര്യമാണ്. കാരണം 5% റിസൾട്ട് നിൽക്കുന്ന ഒരു സ്കൂളിൽ ഭരണം ഏറ്റെടുത്തിട്ട് അയാൾ എൻ്റെ മാനേജറായിട്ട് അത് 95%-ലേക്ക് എത്തി. അതിൻ്റെ തന്നെ ഒരു സ്കില്ല് അദ്ദേഹത്തിന് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്യാതെ പോയതാണ്. ഒരു കാര്യം നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു കഴിവ് അയാൾക്ക് മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മൾ ഈ ഫ്ലോറിലിരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് വസ്തുതകളോട് കലഹിക്കാതിരിക്കാനും ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരുവൻ അർഹിക്കുന്ന കാര്യം അവന് കൊടുക്കാനും നമ്മൾ തയ്യാറാവുക തന്നെ വേണം. അതാണ് നമ്മുടെ ഈ ചാനലിലുള്ള നമ്മുടെ വീഡിയോകൾക്ക് ആളുകളുടെ സ്വീകാര്യത വരുന്നതുകൊണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇനി ഞാൻ ഇന്ന് വളരെ ആലോചിച്ച് ആരാണ് ഏറ്റവും മോശം മന്ത്രി കിട്ടിയോ സർ? കിട്ടി. ആരാണ്? അത് ബിന്ദുവാണ്, ഡോക്ടർ ബിന്ദുവാണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. അതെ, എന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബ്രില്യൻ്റായ ചെറുപ്പക്കാർ കേരളം വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അതെ, +2 കഴിഞ്ഞാലേ പിന്നെ അവർ കേരളത്തിൽ നിൽക്കുന്നില്ല. കെട്ടുതാലി വിറ്റും അമ്മയുടെ കെട്ടുതാലി പറിച്ച് വിറ്റും പണയം വെച്ചും പറമ്പ് പണയം വെച്ചും ഒക്കെ കിട്ടുന്ന കാശുമായിട്ട് വിദേശങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടി വരികയാണ്. അവർ കേരളത്തിലേക്കാണ് മഹാഭൂരിപക്ഷം പേരും വരുന്നത്. പോകുന്നതിൽ വളരെ കുറച്ച് പേരാണ് അവിടെ തുടരുന്നവർ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്ന വസ്തുതയാണ് അതിൻ്റെ കാരണം. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മികച്ച നേട്ടമൊക്കെ കൈവരിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നില്ലേ സർ? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അത് ബോധ്യം വരുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർ വിദേശത്തേക്ക് പോകുന്നത്. വിദേശം എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ മാത്രമല്ല. അവർ ചെന്നൈയിലേക്ക് പോകുന്നു, കർണാടകയിലേക്ക് പോകുന്നു, മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു, നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു, ഡൽഹിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും അവർ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? 70,000 വിദ്യാർത്ഥികൾ നമുക്കിവിടെ ഒരു കൊല്ലം, കഴിഞ്ഞ കൊല്ലം 70,000 വിദ്യാർത്ഥികൾ പഠിക്കാനെത്തിയില്ല. വലിയ നമ്പറാണ്. ഈ 70,000 വിദ്യാർത്ഥികൾ വരാതെ ആ പൊസിഷൻസ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയും അതിലേറെ പേര്
മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായൊരു പ്രതിസന്ധി എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബ്രില്യൻ്റായിട്ടുള്ള മൈൻഡ്സാണ് അവർ. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്, നമുക്ക് വലിയ ഫാക്ടറി ഇവിടെ തുടങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ഈ കണ്ണെത്താ ദൂരത്ത് വരെ പോകുന്ന പാടശേഖരങ്ങൾ നമുക്കില്ല. പക്ഷേ നമുക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഇത്രയും സ്കില്ലുള്ള, ഇത്രയും ലാംഗ്വേജ് കേപ്പബിലിറ്റി ഉള്ള, ഇങ്ങനെ കാര്യങ്ങൾ ഗ്രഹിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചെയ്തു കാണിക്കാനും കഴിയുന്ന വിധത്തിലുള്ള സ്കില്ലുള്ള ഒരു യുവജനങ്ങൾ നമുക്കുണ്ട്. അവരെ നമ്മൾ സംസ്കരിച്ചെടുക്കുകയും അവരെ കൊണ്ടുള്ള ഉപയോഗം നമ്മൾ വരുത്തുകയും അവർക്ക് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ആർക്കുള്ളതാണ്? ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കുള്ളതാണ്. അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ രംഗങ്ങളിലും വരുന്നതിന് നമുക്ക്, കാരണം ദൂരവ്യാപകമായിട്ടുള്ള ഫലമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ബിന്ദു മന്ത്രിക്ക് അങ്ങനെ ഒരു കഴിവില്ലാതെ പോയത് സർ? അല്ല, അത് കാരണം ഇത് ബിന്ദു അതിനകത്ത് യാതൊരു താല്പര്യവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം തൻ്റെ വകുപ്പിൽപ്പെട്ട ഇങ്ങനെ ഇരിക്കുമ്പോൾ, താൻ ഈ ഹയർ എഡ്യൂക്കേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടുന്ന് +2 കഴിയുമ്പോഴേക്കും വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നു. 70,000 പോസ്റ്റ് കുട്ടികളില്ല, നമുക്ക് ഇല്ല. നമ്മുടെ എയ്ഡഡ് ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖലയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സാർ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് ഓരോ വർഷവും പടിപടിയായിട്ട് ഉയർന്നു വന്നിട്ടുള്ള കണക്കാണ്. അപ്പോൾ ആദ്യ വർഷത്തിൽ ഇത്രയും കുറവുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അതിനെതിരെ കണ്ണടച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അതിൽ യാതൊരു കൈകടത്തലുകൾ, അതായത് അതിന് വേണ്ടുന്ന ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇടപെടേണ്ടതല്ലേ? അല്ല, മുഖ്യമന്ത്രി ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അല്ല സത്യത്തിൽ. മുഖ്യമന്ത്രിയേക്കാളെല്ലാം ഉപരിയായിട്ട് വകുപ്പ് മന്ത്രിയുടെ ജോലി എന്താണ്? ആ വകുപ്പ് വൃത്തിയായി നോക്കണം. ആ വകുപ്പ് വൃത്തിയായി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ച മന്ത്രി അത് ചെയ്തില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് ഇത് എല്ലാത്തിലും ഉത്തരവാദിത്വം വരും. നേരത്തെ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ഘടകകക്ഷി മന്ത്രിമാരുണ്ടല്ലോ, അവരിലെല്ലാം മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രിക്ക് ആ രീതിയിലുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ വകുപ്പ് മന്ത്രി എന്ന നിലക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യം അവരുടെ വകുപ്പിൽ നടന്നിട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുള്ള കുറ്റം. അതൊരു കഴിവുകേടല്ലേ സർ? ആ കഴിവുകേട് തന്നെ, കുറ്റമാണത്, സംശയം വേണ്ട. അത് സത്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ? അല്ല, കേരളത്തോട് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് മാത്രമല്ല, കേരളത്തോട് ചെയ്യുന്ന തെറ്റാണത്. കാരണം നമുക്ക് മികവുറ്റ മറ്റെന്താണ് A+ കിട്ടുന്നത് ബാക്കി കിട്ടുന്നതിന് കേരളത്തിൽ ഇന്ന കോഴ്സുകൾക്കും വിദ്യാഭ്യാസത്തിനുമൊക്കെ സ്കോപ്പ് ഉണ്ട് എന്ന് കരുതിയിട്ട് വിദ്യാർത്ഥികളൊക്കെ തേടി വരേണ്ടതല്ലേ? കുട്ടികൾ തേടി വരേണ്ടേ? ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നവരും കർണാടകയിലേക്ക് പോകുന്നവരും മഹാരാഷ്ട്രയിലേക്ക് പോകുന്നവരും ആന്ധ്രയിലേക്ക് പോകുന്നവരും ഒക്കെയുണ്ട്, ഡൽഹിയിലേക്ക് പോകുന്നവരും ഒക്കെയുണ്ട്. അവിടെ തേടിപ്പോവുകയാണ്. ആ രീതിയിൽ കേരളത്തിലേക്ക് എന്തുകൊണ്ട് കുട്ടികൾ തേടി വരുന്നില്ല? പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവില്ല എന്നല്ലേ തോന്നുന്നത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. നമ്മൾ മികവുറ്റ നിലയിലേക്ക് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ ഉണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കുട്ടികൾ വരുന്നുണ്ട്. കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എൻജിനീയറിംഗ് പഠിക്കാവുന്ന ഒരു സ്ഥലമെന്ന നിലക്കാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മികവും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ബാക്കി സബ്ജക്ട്സ് ഇല്ലേ? നമ്മുടെ ട്രഡീഷണൽ ആർട്സ് ആൻഡ് സയൻസ് ഇല്ലേ? ബേസിക് സബ്ജക്ട്സ് ഇല്ലേ? അതൊക്കെ പഠിപ്പിക്കാൻ അത് പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏറ്റവും നിലവാരമുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ
ഒരാളുണ്ടോ? ഒരു സംഗതി ഉണ്ടോ? അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഏറ്റവും കഴിവുള്ള ചെറുപ്പക്കാർ ഇവിടം വിട്ടുപോവുകയാണ്. അപ്പോൾ ദൂരവ്യാപകമായ ഫലം നോക്കുമ്പോൾ ഏറ്റവും രൂക്ഷമായ രീതിയിൽ കേരളത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്ന രീതിയിൽ നിഷ്കർമ്മമായിട്ട്, എന്താണ് പറയുന്നത്, നൈഷ്കർമ്മ്യം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വേണ്ട അവനവൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യാത്ത ഒരു മന്ത്രിയെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും മന്ത്രി ബിന്ദുവിനെ ആയിരിക്കും. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ രംഗത്തുള്ളവരാണ്. വിദ്യാഭ്യാസം എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ്. അവർ MA പഠിച്ചാണ്, PhD എടുത്തതാണ്. PhD കഴിഞ്ഞിട്ട് കോളേജിൽ 10-27 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗം എന്താണ് അവിടെ നടക്കേണ്ടതെന്ന് അറിയാവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അറിയേണ്ട ആളാണ്. അവർ അത് ചെയ്തില്ല. ഇപ്പോൾ വേറൊരാൾ ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ആ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അങ്ങർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്നും അറിയില്ല എന്ന് പറയാം. സാധാരണഗതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരായിട്ട് വരുന്നവർക്ക് ഇതുപോലെ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടാകില്ല. പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാർ അക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാകാം അവർ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്നവർ ആ രംഗത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അവിടെ അറിയാവുന്ന ഒരാളെ എടുത്ത് വെച്ചു, അയാൾ ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത്. സർ, അവിടെ മുഖ്യമന്ത്രിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടാവില്ലേ? കാരണം ഉന്നത വിദ്യാഭ്യാസമുണ്ട്, അധ്യാപികയായിരുന്നു, ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു വകുപ്പ് അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുകേട് ഉണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കുന്നത്? കാര്യപ്രാപ്തി ഇല്ല എന്ന് ഇപ്പം മുഖ്യമന്ത്രിക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്.